മതി മതി. അയ്യോ എന്റെ വയറ് പൊട്ടാറേ സത്യം. ഇത്ര കാലം നീ ഇവിടെ വന്നിട്ട് ഒന്ന് കഴിക്കുന്ന അല്ല ഇത്ര മതി. ഞാൻ കഴിച്ചു സത്യം നല്ലോണം കഴിച്ചു. നീ നല്ലോണം കഴിക്കുന്നേ. പിന്നെ നീ അവിടെ ഗൾഫിലായിരുന്നപ്പോഴേ ഇപ്പഴത്തെ ഇവിടുത്തെ ഭക്ഷണമൊക്കെ കഴിക്കണമെന്ന് നിനക്ക് തോന്നിയിരുന്നില്ലേ? പിന്നെ ഗൾഫിലെല്ലാം കിട്ടും. ഭയമല്ല. ഒരു ദിവസം രാത്രി 12:30 എനിക്ക് ഉപ്പ് വാങ്ങാൻ ചോറും തിന്നാൻ തോന്നുന്നു. ചില ഗൾഫിൽ കിട്ടൂ. ഞാൻ ചുമ്മാ ഫോൺ എടുത്തൊന്ന് ഓർഡർ ചെയ്തു. അയ്യോ വന്ന് 12:30 ഞാൻ എന്താ പറ്റി ടേസ്റ്റാ പറയാൻ വയ്യാട്ടാ. അറബിക്കൊക്കെ ഉപ്പ് കൊണ്ടൊക്കെ അറിയാമല്ലേ? പിന്നെ അപ്പം ചേക്കനേക്കാളും കൊള്ളാം സത്യം പറഞ്ഞു. ഓ അതങ്ങനെ. അങ്കിൾ അങ്കിൾ എന്തായിരുന്നു പണി? അങ്കിൾ അങ്കിൾ അങ്കിളിന് എന്തായിരുന്നു ജോലി ഗൾഫിലെ? ജോലി അത് ഞാൻ ഒരു ഷോപ്പില് സെയിൽസ്മാനായിരുന്നു. അവിടുത്തെ അറബിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇഷ്ടം കൂടി 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 2 കട എന്റെ പേരിലാണ് എഴുതി തന്നു. 10-12 പണിക്കാരും ഞാൻ വരെ ബോസായിരുന്നു. വെറുതെ എഴുതി തന്നോ? പിന്നെ അറബികൾക്ക് ഇഷ്ടപ്പെട്ട അവര് എന്ത് വേണമെങ്കിലും എഴുതി തരും. പിന്നെ അങ്ങനെ പതുക്കെ കാറ് വാങ്ങിച്ച് ബംഗ്ലാവായി അങ്ങനെ വെച്ചടി അങ്ങ് കയറ്റ വരുന്നില്ലേ. ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നു. വലിയ പാടാണ്. ചിന്നു നീ ഇവിടെ ഇരിക്കണ? എന്താ ഞാൻ നീ അവിടെയൊക്കെ നോക്കിട്ട് കണ്ടില്ല. എനിക്കൊരു ചായ ഇട്ടുണ്ടോ? ചായ വേണമെങ്കിൽ ഞാൻ എടുത്തരാം. അമ്മ ഇവിടെ ഇരിക്കും, ഞാൻ എടുത്തു കൊടുക്കാം. എനിക്ക് ചായ വേണ്ട. എനിക്ക് ഒരു ജ്യൂസ് ഉണ്ടോ? ജ്യൂസ് ഞാൻ ഉണ്ടായിക്കൊണ്ടോ? ജ്യൂസ് ആണെങ്കിൽ മക്കളെ ഇനിയും കൂടെ എടുത്തോ. എനിക്ക് ജ്യൂസ് വേണ്ട. ചിന്നു നീ എനിക്ക് ജീരകവെള്ളം കൊണ്ടോ? നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കടാ. അപ്പച്ചി ജീരകവെള്ളം വയസ്സായ വരെയല്ലേ അണ്ണനെ കൂടെ ചൂടായി കൂടെ കേട്ടോ. വയസ്സായ എന്നെ കൊണ്ടൊന്നും മഴപ്പിക്കില്ലേട്ടാ. നീ എന്തിനാ അവന്റെ പുറത്തോട്ട് കയറുന്നത്? അവൻ കുറച്ച് വർഷം കൂടി വരുന്നതല്ലേ. അത് ഒരു നല്ല കാര്യത്തിന് വന്നതല്ലേ. ഇതിന്റെ ഇടയ്ക്ക് അടങ്കോലിടാൻ ശ്രമിച്ചാല് എന്റെ വിധം മാറുവേ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മ ഞാൻ ഒരു കാര്യം പറയാം. ഇവളുടെ സമ്മതം ഇല്ലാതെ ഈ കാര്യം നടത്താൻ ഞാൻ സമ്മതിക്കൂല. ആര് പറഞ്ഞ സമ്മതമില്ല? അവളുടെ സമ്മതം ഇല്ലാതെ പറ്റൂല. എന്തോന്ന് കാര്യം? എന്റെ സമ്മതം ഇല്ലാതെ എന്തോന്ന് കാര്യം? നിന്റെ കല്യാണക്കാര്യം. അപ്പൊ രാമേട്ടൻ വന്നത്? അതെ ചിന്നു, പഴയ കാക്കാശിന് വകയില്ലാത്ത ജോലിയും കൂലിയും ഇല്ലാത്ത രാമനുണ്ണിയല്ല. കൈ നിറയെ കാശും മനസ്സ് നിറയെ സ്നേഹമുള്ള നിങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത ഉയരത്തിൽ നിൽക്കുന്ന റാം. മക്കളെ അമ്മ ഇതങ്ങ് ഉറപ്പിച്ചു. എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം ഞാൻ നടത്തും. എന്തോ നമ്മ ഈ പറയുന്നത്? എന്റെ കല്യാണക്കാരൻ ഞാൻ അറിയാതെയാണോ തീരുമാനിക്കുന്നത്? വേണ്ട പോന്നു. കണ്ട അവൾക്ക് ഇഷ്ടമല്ല. ഞാൻ അപ്പഴേ പറഞ്ഞ അങ്ങനെ അവള് പറഞ്ഞില്ലല്ലോ ഇഷ്ടമില്ലെന്ന്. അവള് പറയണതിന് അത് മനസ്സിലാക്കിക്കൂടെ? അവളെ ഞാൻ മനസ്സിലാക്കിക്കോളാം. വേറെ ജോലി ചെയ്യാൻ നടക്കുന്നു. അവൾക്ക് എന്തോ പറ്റിയത്? അവൾക്ക് എന്തോന്നും പറ്റാ? അവൾക്കൊന്നും പറ്റിയില്ല. ഇത് ചേട്ടത്തി ഇത് ആരോ മനസ്സ് മാറ്റിയതാണ്. ആരും മനസ്സ് മാറ്റിയൊന്നുമില്ല. അവളെ എന്റെ പെങ്ങളാണ്. അവൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള പക്വതയൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും മനസ്സിൽ കണ്ട ആരെങ്കിലും വല്ലതും ഉദ്ദേശം ഉണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. അതൊന്നും നടക്കൂല. വാങ്ങി വെക്ക്. കാണാം. അപ്പച്ചി നീ വിഷമിക്കണ്ടടാ. നിന്റെ ഈ കല്യാണം ഞാൻ നടത്തും. രവിയേട്ടനെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. അല്ല അച്ഛൻ അങ്ങനെ ആരെയും വെറുക്കുന്ന ടൈപ്പ് അല്ല. അങ്കിളെ നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? എന്തോന്നും പ്രശ്നം? ഇത് ഈഗോ അല്ല തോന്നുന്നു. അതന്നെ അസൂയ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.